ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ദേവര എന്ന് പറഞ്ഞ സിനിമ കണ്ടടേ. അപ്പോൾ എന്നാണ് ഇന്നലെ ഉറക്കമില്ലാതെ പോയി കണ്ടതാണ് കേട്ടോ. ഇവിടെ 12 മണിക്കായിരുന്നു ഷോ, അതായത് മിഡ് നൈറ്റ്. 3 മണിക്കൂർ എന്തോ ഉണ്ട് സിനിമ. ആൻഡ് അപ്പാ കാലം തെറ്റി ഇറങ്ങിയ പടമാണ്. ഒരു 10 വർഷമോ 12 വർഷം മുന്നേ ഒക്കെ ഇറക്കിയതെങ്കിൽ സിനിമ ചിലപ്പോൾ ഹിറ്റായതിന്. അതല്ലെങ്കിൽ ഞാൻ വേറെ ട്വിസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വിജയുടെ സുറ എന്ന് പറഞ്ഞൊരു പടം അറിയായിരിക്കും. അതിലൊരു ഫെൻറ്റാസ്റ്റിക് ഇൻട്രോ ഉണ്ട്. മത്സ്യത്തിനെ പോലെ ഒരു ചാടുന്ന മീനെ പോലെ നമ്മുടെ വിജയണ്ണെ പറന്നു പറഞ്ഞത്. അതേ സെയിം ഇൻട്രോ ആണ് ഈ പടത്തിൽ ജൂനിയർ NTRന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്ലോ മോഷനും അത്യാവശ്യം VFX ഒക്കെ ഉള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് അത്രയ്ക്കത് ശോകമായി നമുക്ക് തോന്നില്ല. പക്ഷേ ഇറ്റ്സ് എ സെയിം തിങ്. അതിന് നമ്മൾ ജൂനിയർ NTR ചെയ്ത ഓഹോ, നമ്മുടെ വിജയ് ചെയ്ത ആഹാ എന്നുള്ളൊരു സീനാണ്. ഞാൻ ആ പടം സൂറ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ, കഥയൊക്കെ ഭയങ്കര ശോകമാണ്. ആ തമിഴ് പടം ഉണ്ടല്ലോ, അയ്യോ, ഈ കഥയാണ് വിജയ് അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ആ പടം ഗംഭീര ഹിറ്റ് അന്തക്കാലത്തായനെ. ഇന്നക്കാലത്ത് എടുത്താലും അത് തറക്കൂല. അതാണ് ഈ പടത്തിന് പറ്റിപ്പോയത്. ഈ കോർത്തല ശിവയെ അങ്ങനെ എന്താണ് ഈ ഡയറക്ടറിൻ്റെ പേര്. അങ്ങേരെ ഒരു നല്ല പടമാണ്. ജനതാ ഗാരേജ് ഇയാളെ പടമാണ്, മിർച്ചി ഇയാളെ പടമാണ്, പ്രഭാസിൻ്റെ. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്രയേ ഉള്ളൂടെ. നിങ്ങൾക്ക് നമുക്കൊരു കഥ കേട്ടിട്ട് അത് ഇങ്ങനെ എടുക്കണം, അങ്ങനെ വരണം, ഇങ്ങനെയൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ എടുക്കാൻ പറ്റുന്നത്, നമുക്ക് പൊക്കാൻ പറ്റുന്നത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നടുവെട്ടി എവിടെയെങ്കിലും ഇരിക്കും. അതാണ് സംഭവം. ഒരു ബോറ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ പിന്നെ എന്തെങ്കിലും ഇരുന്ന് കാണും. സെക്കൻഡ് ഹാഫൊക്കെ എൻ്റെ പൊന്നു മോനെ, ഈ ഓരോ സീൻ ബൈ സീൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം എന്തിനാണ് അടുത്തത്. സംഭവം ഒന്നുമില്ല. ബാഹുബലി ഓഫ് ദ സീ കഥയെന്ന് പറഞ്ഞാൽ ബാഹുബലി തന്നെ. ആ ചെമ്മോയ് എന്തൊരു സെത്തപ്പേ കട്ടപ്പയ്ക്ക് വരെ സിത്തപ്പ ക്ലിഫ് ഹാങ്ങറൊക്കെ നിങ്ങൾ കണ്ടു. അത് ഞാൻ ഇങ്ങനെ ഫെൻറ്റാസ്റ്റിക്. പിന്നെ ജാൻവി കപൂർ കഷ്ടമാണ്. തെലുങ്ക് ഇൻഡസ്ട്രി അല്ല ഈ എന്താണിത്. എനിക്ക് അവളെ ക്യാരക്ടർ നമ്മൾ തന്നെ ഇങ്ങനെ പറയും, എടാ എന്തിനടാ ഇതൊക്കെ. ചിലപ്പോൾ ഞാൻ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് തന്നെ ആയിരിക്കും വേണ്ട ജാൻവി കപൂറിൻ്റെ എന്താ പറയുക കുളി സീനും പാട്ടും അതൊക്കെ തന്നെയായിരിക്കും ഇവിടെ ഇപ്പോഴും മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് താല്പര്യം. അതുമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ആ സീനിലൊക്കെ തിയേറ്ററിൽ വിസിലും ബഹളമൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ സീനിലുള്ളതൊക്കെ. ജാൻവി കപൂർ വന്നിരുന്നിട്ട് അയ്യോ എനിക്ക് മറ്റേ കണ്ടു കഴിഞ്ഞാൽ പലതും ആവണം, ഇങ്ങനെയൊക്കെ എന്തൊരു ശോകമായി. പക്ഷേ ഞാൻ ഷീ വാസ് വെരി പ്രിറ്റി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒന്നുമില്ല ക്യാരക്ടർ. പുള്ളിക്കാരി ഒത്തിരി കഴിയുമ്പോൾ പുള്ളിക്കാരിയൊന്നും ഇല്ല. എവിടെയാ അടുത്ത സിനിമയിലും അടുത്ത പാർട്ടിലും വല്ല പാട്ടിൽ ഡാൻസ് കളിക്കാനായിട്ട് ഓടി വരും. അതിങ്ങനെ ഒരു ജാൻവി കപൂർ. ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറയാനായിട്ടൊന്നും നമുക്ക് ഇമ്പ്രസീവായിട്ട് 2-3 ഷോട്ട് കൊള്ളാം. ഒരു ചന്ദ്രൻ്റെ ഇതിൽ ഒരു സാധനം എന്നാൽ പോലും ഞാൻ ഇതിന് എന്തൊക്കെയോ ഒരു കടലുണ്ട്. കടലൊക്കെ ഇഷ്ടംപോലെ സിനിമയൊക്കെ കാണിക്കണം. പക്ഷേ കടലിൽ മീനില്ല. വല്ലപ്പോഴൊരു ഷാർക്ക് വന്നാലേ ബാക്കി മീനൊന്നും ഇല്ലാത്ത യാതോ ഒരു പാരലൽ വേൾഡടെ മീൻ കിട്ടൂല. മത്തി, ചാള, കൊഞ്ചി ഒന്നുമില്ല. വെള്ളത്തിൻ്റെ അടിയിൽ എല്ലാവരും മറ്റേ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ പോലെ ക്ലിയറാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഷാർക്ക് വന്ന് ഇങ്ങനെ നമ്മൾ കടലിലാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. അങ്ങനെയൊക്കെ ലോജിക്കൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ കരയും. സാഫ്ലിക്ക അത്യാവശ്യം കൊള്ളായിരുന്നു. എന്നാലും പാവപ്പെട്ടവനൊന്നും ഇല്ല, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു സാഫ്ലിക്കായി ടെറർ, ഫിയർ എന്തിനാണ് എന്തോ ഒരു ഇമ്പാക്റ്റ് ഇല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല സിനിമയിൽ. വളരെ പ്രഡിക്റ്റബിൾ ആൻഡ് ബോറിംഗ് ആയിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാം, കുറേ പാട്ടും ഡാൻസും ഫൈറ്റും. ഞാൻ വലിയൊരു ബാല കാണുന്നതല്ലേ ഉണ്ടായിരുന്നത്. യുദ്ധം ഈ നിങ്ങൾ കണ്ടില്ല ഈ VFX ഒക്കെ കാണണോടെ, ഗ്രീൻ സ്ക്രീൻ മാറ്റൊക്കെ. ഞാൻ നമ്മൾ പണ്ട് മറ്റേ ബാക്ക് ഡ്രോപ്പ് ഇട്ടിട്ട് അഭിനയിക്കൂലേ ഈ കടൽ, മറ്റേ വെൽവെറ്റ് തുണിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ആട്ടിയൊക്കെ അഭിനയിക്കണം. ആ എഫക്റ്റാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പടം കണ്ടിട്ട് VFX ഒക്കെ തോന്നിയത്. ചോരയൊക്കെ VFX, എല്ലാം VFX ആണ്. സെറ്റ് എല്ലാം സെറ്റ്. ഒരു മറ്റേ ഷാർക്കിൻ്റെ അസ്ഥി കൂടൊക്കെ എടുത്തിട്ടിട്ടോ കൊണ്ട് എന്തോ ഒരുമാതിരി വിറകിലാരോ ഷാർക്കിൻ്റെ ഇത് കൊത്തുപണി ചെയ്ത് വെച്ചേക്കണ പോലത്തെ ഒരു സാധനം എന്ന് പറയണ്ട. ദേവര വാട്ട് എ എൻ്റർടൈനർ ഗൈസ്. നിങ്ങൾ സിനിമ മസ്റ്റായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഇല്ലല്ലേ സിനിമയിൽ, വേറെ ഒന്നും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു പടം, ഒരു ടിപ്പിക്കൽ സാധനം. ഐ ആം വെരി സോറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആർക്കിപ്പം ഒരു RRRൻ്റെ വിജയം കൊണ്ട് ജസ്റ്റ് ജൂനിയർ NTR എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. ബിക്കോസ് ഞാൻ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്
വലിയ വെടിയും പുകയൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. അത് തന്നെ, എൻജോയ് ഗൈസ്, എൻജോയ്.